നമസ്കാരം, എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്നിപ്പോഴും ഈ വീഡിയോയിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ, അതായത് കേരളം മണ്ണും മഴയും മനുഷ്യനും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉള്ള, കാരണം 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണല്ലോ, അപ്പോൾ അതനുസരിച്ച് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉള്ളൊരു ചാപ്റ്ററാണ്, ചെറിയ ചാപ്റ്ററാണ്. അപ്പം നിങ്ങൾക്കിപ്പം 5ാം ക്ലാസ്സിലെ ക്ലാസ്സുകൾ, സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകളോ ബേസിക് സയൻസിൻ്റെ ക്ലാസ്സുകളോ, അതുപോലെ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ, സോഷ്യൽ സയൻസും ബേസിക് സയൻസും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് ചെക്ക് ചെയ്യുക. അതിൽ നമ്മൾ വീഡിയോസ് മാക്സിമം ഡെയിലി തന്നെ അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന എക്സാംസിന് മുമ്പായിട്ട് ഈ പറയുന്ന ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ മറക്കാതെ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതായത് കൃഷിയെ പറ്റിയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് കേരളം മണ്ണും മഴയും മനുഷ്യനും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അതായത് നമുക്ക് കൃഷി ചെയ്യണമെങ്കിൽ, നമുക്ക് കേരളത്തിൽ കൃഷി ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെയാണ് അടിസ്ഥാന ഘടകങ്ങളായിട്ട് വേണ്ടതെന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതായത് വളക്കൂറുള്ള മണ്ണ് വേണം, നമുക്കറിയാം അനുയോജ്യമായ കാലാവസ്ഥ വേണം, ജലലഭ്യത വേണം, അതുപോലെ മനുഷ്യാധ്വാനം വേണം. എന്തൊക്കെയാണ് വേണ്ടത്? വളക്കൂറുള്ള മണ്ണ് വേണം, അനുയോജ്യമായ കാലാവസ്ഥ വേണം, ജലലഭ്യത വേണം, അതുപോലെ മനുഷ്യാധ്വാനം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യാൻ വേണ്ട അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾ. ഇനി നമുക്ക് നോക്കാം. കേരളത്തിലെ നമുക്ക് അറിയാം, കേരളത്തിൽ കൂടുതലായിട്ടും ഈ പറയുന്ന സാധനങ്ങളൊക്കെ, നമ്മൾ പച്ചക്കറികളൊക്കെ കിട്ടുന്നത് നമുക്ക് ഇവിടെ നിന്നാണ്, തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്, നമുക്കറിയാം. അപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിലുള്ളൊരു താരതമ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മണ്ണിനങ്ങളുടെ കാര്യത്തിൽ, അതായത് കേരളത്തിൽ എക്കൽ മണ്ണ് ഉണ്ട്, കൂടുതലായിട്ടും കാണപ്പെടുന്ന എക്കൽ മണ്ണാണ്. അതുപോലെ തമിഴ്നാട്ടിൽ കാണപ്പെടുന്ന ചെമ്മണ്ണാണ്. അതുപോലെ കേരളത്തിൽ ലാറ്ററൈറ്റ് മണ്ണുണ്ട്, തമിഴ്നാട്ടിൽ ലാറ്ററൈറ്റ് മണ്ണുണ്ട്. അതുപോലെ കേരളത്തിൽ വനമണ്ണ് കാണപ്പെടുന്നു, അതുപോലെ ചെമ്മണ്ണും കാണപ്പെടുന്നു. നമുക്ക് പറയാം, കേരളത്തിൽ കൂടുതലായിട്ടും എക്കൽ മണ്ണ്, അതുപോലെ തന്നെ ലാറ്ററൈറ്റ് മണ്ണ്, വനമണ്ണ്, ചെമ്മണ്ണ്, ഇവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. എന്നാൽ തമിഴ്നാട്ടിലാണെങ്കിലോ അവിടെ ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, തീരദേശ മണ്ണ്, ഇതാണ് തമിഴ്നാട്ടിലെ പ്രധാനമായിട്ട് വരുന്ന മണ്ണിനങ്ങൾ. അതായത് കൃഷിക്ക് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള മണ്ണിനം എവിടെയാണ് കാണപ്പെടുന്നത്? അതായത് എക്കൽ മണ്ണാണ്. അതാണ് കേരളത്തിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ജലലഭ്യത നോക്കാം. കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ജലലഭ്യത എങ്ങനെയാണെന്ന് നോക്കാം. കേരളത്തിലെ വാർഷിക മഴ 300 സെൻറ്റിമീറ്റർ ആണ്. ഏകദേശം കേരളത്തിലെ വാർഷിക മഴ എത്രയാണ്? ശരാശരി 300 സെൻറ്റിമീറ്റർ ആണ്. എന്നാൽ തമിഴ്നാട്ടിലെ വാർഷിക മഴ എന്ന് വെച്ചാൽ 95.9 സെൻറ്റിമീറ്റർ ആണ്. തമിഴ്നാട്ടിലെ വാർഷിക മഴ എത്രയാണ്? 95.9 സെൻറ്റിമീറ്റർ ആണ്. കേരളത്തിൽ എത്ര നദികളാണുള്ളത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 44 നദികളാണ്. ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. കേരളത്തിലെ വാർഷിക മഴ ശരാശരി 300 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ കേരളത്തിലെ നദികളുടെ എണ്ണം 44 നദികളാണ്. തമിഴ്നാട്ടിലെ വാർഷിക മഴ ഏകദേശം 95.9 സെൻറ്റിമീറ്റർ ആണ്. അവിടെ 14 നദികളേ ഉള്ളൂ. തമിഴ്നാട്ടിലെ നദികളുടെ എണ്ണം എത്രയാണ്? 14 എണ്ണമാണ്. ഇനി മഴ ലഭിക്കുന്നതിനാൽ കേരളത്തിൽ പലയിടത്തും ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകതയില്ല. എന്നാൽ മഴ കുറവായതിനാൽ തമിഴ്നാട്ടിൽ എന്ത് വേണം? ജലസേചന സൗകര്യങ്ങൾ വ്യാപകമായിട്ട് ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതായത് ജലലഭ്യത കേരളം തമിഴ്നാട് തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ്. വാർഷിക മഴ 300 സെൻറ്റിമീറ്റർ ആണ് കേരളത്തിൽ. അതുപോലെ 44 നദികളുണ്ട്. അതുപോലെ ജലസേചന സൗകര്യങ്ങളുടെ വലിയ ആവശ്യകതയില്ല. എന്നാൽ തമിഴ്നാട്ടിലാണെങ്കിൽ വാർഷിക മഴ എത്രയാണ്? 95.9 സെൻറ്റിമീറ്റർ ആണ്. അവിടെ 14 നദികളാണ് കാണപ്പെടുന്നത്. എന്നാൽ മഴ കുറവായതിനാൽ അവിടെ ജലസേചന സൗകര്യത്തിൻ്റെ ആവശ്യകത വ്യാപകമായിട്ട് ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കേരളത്തിലും തമിഴ്നാട്ടിലും ഏകദേശം ഒരേ തരത്തിലുള്ള മണ്ണിനങ്ങളാണ്. എന്നാൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണിനമാണ്. അത് കേരളത്തിലാണുള്ളത്. അതുപോലെ മഴയുടെ ലഭ്യതയാകട്ടെ കേരളം തമിഴ്നാടിനേക്കാൾ ഏറെ മുന്നിലാണ്. അതായത് കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കേരളത്തിൽ ഒരു കാലത്ത് എന്ത് ചെയ്തിരുന്നു? വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിരുന്നു. നമുക്കറിയാം, തമിഴ്നാടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കൂടുതലുള്ളത് കേരളത്തിലാണ്. എന്നാൽ സ്ഥല പരിമിതികളൊക്കെയാണ് കേരളത്തിൻ്റെ പ്രശ്നം. അതായത് ഒരു കാലത്ത് എന്നാൽ ഈ പറയുന്ന കൃഷിക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളൊക്കെ കേരളത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് തെങ്ങ്, നെല്ല്, മരച്ചീനി, ചേന, കാച്ചിൽ തുടങ്ങിയ വിളകളെ കൂടാതെ കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ സുഗന്ധ വിളകളും വളരുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമുള്ള നാടാണേത്? ഈ പറയുന്ന കേരളം. അതായത് സുഗന്ധ വിളകൾ, നമുക്കറിയാം മലനാട് കൂടുതലുള്ള പ്രദേശങ്ങളൊക്കെ നമുക്ക് കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സുഗന്ധ വിളകളും അതുപോലെ തന്നെ ഇടനാട് കൃഷി ചെയ്യുന്ന ഈ പറയുന്ന തെങ്ങ്, നെല്ല്, മരച്ചീനി, ചേന, കാച്ചിൽ തുടങ്ങിയ വിളകളൊക്കെ വളരാൻ ആവശ്യമായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങളുള്ള ഒരു നാടാണ് കേരളം. ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി കേരളത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യങ്ങളും അതുപോലെ കൃഷിയും നമുക്ക് നോക്കാം.
അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ എങ്ങനെ തിരിച്ചിരിക്കുന്നു? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. ഭൂപ്രകൃതിയെ എങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇത് മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഓരോന്നിലും കൃഷി ചെയ്യുന്ന വിളകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതായത് വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് നമ്മുടെ കേരളത്തിലുള്ളത് എന്ന് ഓർത്തു വയ്ക്കുക. അതായത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, തീരദേശ പ്രദേശം എന്ന് വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ ഉയരമോ അതിൽ താഴെയോ ഉള്ള പ്രദേശങ്ങളാണ് തീരദേശ പ്രദേശം. ഇടനാടെന്ന് വെച്ചാൽ 7 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം, സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഇടനാട്. മലനാടെന്ന് വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് എന്ന് അറിയപ്പെടുന്നത്. ഇനി കേരളത്തിലെ മലനാടിനെ പറ്റി നോക്കാം. കേരളത്തിലെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർത്തി സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ് ഈ പറയുന്ന മലനാട്. കേരളത്തിലെ മലനാട് എന്ന് പറയുന്ന പ്രദേശം എന്തിൻ്റെ ഭാഗമാണ്? സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ്. ഇവിടെ കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ്? കൂടുതലായിട്ടും ഏലം, തേയില എന്നിവയൊക്കെയാണ് ഈ മലനാട്ടിൽ കൃഷി ചെയ്യുന്നത്. ഇനി ഈ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് താപനില എപ്പോഴും 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം. അതായത് ഏലം, അതുപോലെ തേയില എന്നിവയുടെയൊക്കെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള താപനില എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം. ധാരാളമായിട്ട് ലഭിക്കുന്ന മഴ ആവശ്യമാണ്. അതുപോലെ നീർവാർച്ചയുള്ള മണ്ണ്, അതാണ് നീർവാർച്ചയുള്ള മണ്ണ്, അതുപോലെ ധാരാളമായിട്ട് ലഭിക്കുന്ന മഴ, അതുപോലെ തന്നെ താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം. ഇനി ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കൃഷി ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, അതുപോലെ ഈ പറയുന്ന സുഗന്ധ വിളകൾ, അതുപോലെ തേയില, കാപ്പി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് മലനാട്ടിലുള്ളത്. ഇനി ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്ന് ലഭിച്ച സുഗന്ധവിളയുടെ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമാക്കിയെന്ന് ചരിത്രം പറയുന്നുണ്ട്, നമുക്കറിയാം. എന്നാൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിലും ഭൂവിനിയോഗത്തിലും വന്ന മാറ്റങ്ങൾ ഈ മേഖലയിലെ കാർഷിക ഉൽപ്പാദനത്തിനെ ഏറെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് മലനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ സുഗന്ധവിളകൾ, അതുപോലെ തേയില, കാപ്പി തുടങ്ങിയവയും ഈ പറയുന്ന മലനാടിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ്. അതായത് ഇവയ്ക്കൊക്കെ വളരാൻ വേണ്ട ഒരു അടിസ്ഥാനമായിട്ടുള്ള കാലാവസ്ഥ എങ്ങനെയായിരിക്കണം? അതായത് താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായിരിക്കണം, ധാരാളമായിട്ട് മഴ ലഭിക്കണം, നീർവാർച്ചയുള്ള മണ്ണ് ആവശ്യമാണ്. അതൊക്കെയാണ് മലനാടിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു വരുന്നത്. നമുക്ക് നോക്കാം, ജോൺ ജോസഫ് മർഫി ആരായിരുന്നു നോക്കാം. അയർലൻഡ് സ്വദേശിയായിരുന്ന വ്യക്തിയായിരുന്നു ഈ ജോൺ ജോസഫ് മർഫി. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ്? ഈ പറഞ്ഞ ജോൺ ജോസഫ് മർഫിയാണ്. അദ്ദേഹം ഏത് സ്വദേശിയാണ്? അയർലൻഡ് സ്വദേശിയാണ്. അദ്ദേഹം ആദ്യമായിട്ട് എവിടെയാണ് റബ്ബർ കൃഷി തുടങ്ങിയത്? പെരിയാറിൻ്റെ തീരത്ത് ആലുവയ്ക്കടുത്തായിട്ട് 1902 ആദ്യമായിട്ട് റബ്ബർ കൃഷി തുടങ്ങിയത്. അദ്ദേഹം എവിടെയാണ് 1902 റബ്ബർ കൃഷി തുടങ്ങിയത്? ആലുവയ്ക്കടുത്തുള്ള ഒരു പ്രദേശത്താണ്. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിക്കുന്നത് എവിടെയാണ്? മുണ്ടക്കയത്തിനടുത്തുള്ള ഏന്തയാർ എന്ന് പറയുന്ന പ്രദേശത്താണ്. അദ്ദേഹം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല. അദ്ദേഹം തൊഴിലാളികൾക്കായിട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്ക് വേണ്ടി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവ പണിത് നൽകിയ ഒരു വ്യക്തിയായിരുന്നു ജോൺ ജോസഫ് മർഫി. അദ്ദേഹം അയർലൻഡുകാരനായിരുന്നു. ആദ്യമായിട്ട് ആലുവയ്ക്കടുത്താണ് റബ്ബർ കൃഷി ആരംഭിച്ച 1902. അതിനുശേഷം വാണിജ്യ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന കോട്ടയത്ത് മുണ്ടക്കയത്തിനടുത്തുള്ള ഏന്തയാർ എന്ന് പറയുന്ന സ്ഥലത്ത് റബ്ബർ കൃഷി ആരംഭിക്കുന്നു. ഇനി നമുക്ക് ഇടനാട് നോക്കാം. അതായത് തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലാണ് ഇടനാട്. അതായത് കേരളത്തിലെ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഇടനാടാണ്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങു വർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇടനാട്ടിലെ വിള വൈവിധ്യത്തിന്റെ ഭാഗമാണ്. ഏതൊക്കെയാണ്? ഈ പറയുന്ന ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങു വർഗ്ഗങ്ങൾ എന്നിവയാണ് ഇടനാട്ടിലെ പ്രധാന കർഷക വിളകൾ. ഇനി ധാരാളമായിട്ട് ലഭിക്കുന്ന മഴ. ഈ മേഖലയിലെ ചെറു കുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിൻ്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിൻ്റെയും സാമാന്യം കനത്ത ആവരണം തുടങ്ങി അനുകൂല ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഇടനാട്ടിലെ വിള വൈവിധ്യത്തിന് കാരണം. എന്താണ്? ലാറ്ററൈറ്റ് മണ്ണ്, അതുപോലെ തന്നെ നദീതടങ്ങളിലെ എക്കൽ മണ്ണ്, ഇവയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഇടനാട്ടിലെ വിള വൈവിധ്യം കാണപ്പെടാൻ കാരണമായത്.
കേരളത്തിലെ പ്രധാന വാണിജ്യവിളയായ റബ്ബർ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏതാണ്? ഇടനാടാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിലാണ് ഈ മേഖലയിൽ റബ്ബർ വ്യാപകമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ മരച്ചീനി, കാച്ചിൽ, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളും വ്യാപകമായിട്ട് കൃഷി ചെയ്തിരുന്നു. അതായത് ഇടനാട്ടിൽ റബ്ബർ കൃഷിക്ക് മുമ്പ് എന്തൊക്കെയായിരുന്നു പ്രധാന കൃഷിവിളകൾ? ഈ പറയുന്ന മരച്ചീനി, കാച്ചിൽ, ചേന, അതുപോലെ കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളുമായിരുന്നു പ്രധാന കൃഷി ഇനങ്ങൾ. അതുപോലെ ഏത്തവാഴ കൃഷിയും ഈ മേഖലയിൽ വ്യാപകമായിരുന്നു. ഇടനാടിൻ്റെ ഈ വിള വൈവിധ്യം അതിവേഗം റബ്ബറിന് വഴിമാറുകയാണ് ഉണ്ടായത്. ചെറിയ കൃഷിയിടങ്ങൾ പോലും ഇന്ന് റബ്ബർ കൃഷിക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ഈ റബ്ബറിൻ്റെ പ്രത്യേകത എന്താണ്? ഒരിക്കൽ നട്ട് വിളവെടുപ്പ് തുടങ്ങിയാൽ ഏറെക്കാലം വിളവ് ലഭിക്കുമെന്നതാണ് റബ്ബറിൻ്റെ മേന്മകളിലൊന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നോക്കാം, തീരപ്രദേശത്തെ കൃഷിയെപ്പറ്റി നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് അധികം ഉയരമില്ലാത്ത പ്രദേശം, അതായത് 7.5 മീറ്ററിന് താഴെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം. താഴ്ന്ന ഇടങ്ങളിലെ എക്കൽമണ്ണിന്റെ നിക്ഷേപം നെൽകൃഷിക്കും തീരപ്രദേശത്തെ ഉപ്പുരസമുള്ള എക്കൽമണ്ണ് തെങ്ങ് കൃഷിക്കും ഏറെ അനുയോജ്യമാണ്. തെങ്ങ് കൃഷിക്ക് ഏറെ അനുയോജ്യമായ മണ്ണേതാണ്? തീരപ്രദേശത്തെ ഈ പറഞ്ഞ ഉപ്പുരസമുള്ള എക്കൽമണ്ണാണ്. അതുപോലെ നെൽകൃഷിക്കാണെങ്കിൽ തീരപ്രദേശത്തെ എക്കൽമണ്ണ്. ഇവയാണ് ഈ പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ. ഏതൊക്കെയാണ് തീരപ്രദേശത്തേത്? നെല്ലും തെങ്ങുമാണ്. ഈ വിളകൾ സമൃദ്ധമായി കൃഷി ചെയ്തിരുന്ന തീരപ്രദേശ മേഖലകൾ കാലക്രമേണ ജനവാസ കേന്ദ്രങ്ങളായിട്ട് മാറാൻ തുടങ്ങി. ഇത് കൃഷിഭൂമിയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കി. വിത്ത്, വളം തുടങ്ങിയവയുടെ വില വർധനവ് കൃഷി ആദായകരമല്ലാതെ ആക്കി. ഇതുമൂലം കർഷകർ മറ്റു തൊഴിലിലേക്ക് മാറാൻ നിർബന്ധിതരായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുവെച്ചാൽ മതി. ഇനി നമുക്ക് നോക്കാം, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന, അതായത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കുറച്ച് പഴഞ്ചൊല്ലുകളാണ് പറയുന്നത്. അതായത് കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം, തിരിമുറിയാതെ തിരുവാതിര ഞാറ്റുവേല. ഇതെല്ലാം കൃഷിയും കാലാവസ്ഥയും നമ്മുടെ സംസ്കാരത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നതിനുള്ള തെളിവുകളാണ്. നമ്മളോട് ചോദിക്കാം, താഴെ പറഞ്ഞിരിക്കുന്നതിൽ കൃഷിയുമായിട്ട് ബന്ധമില്ലാത്ത പഴഞ്ചൊല്ല് ഏതെന്ന് കണ്ടുപിടിക്കാനൊക്കെ നമ്മളോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കാം. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിൽ മാണിക്യം, കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം, തിരിമുറിയാതെ തിരുവാതിര ഞാറ്റുവേല. ഇവയൊക്കെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകളാണ്. ഇനി നമുക്ക് നോക്കാം, കേരളത്തിലെ മാറുന്ന ജീവിതക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ പഴയ തലമുറ പാടത്തും പറമ്പിലുമൊക്കെ അധ്വാനിച്ചിരുന്നവരായിരുന്നു. എന്നാൽ നൂതന തൊഴിൽ മേഖലകൾ വന്നതോടെ പുതിയ തലമുറയ്ക്ക് കൃഷിയോടുള്ള താല്പര്യം കുറയുന്നു. അതായത് കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വരുമാനം മറ്റു മേഖലയിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ടാണ് കൃഷി മെല്ലെ ഉപേക്ഷിക്കപ്പെടുന്നത്. പൊതുവെ കായികാധ്വാനം കൂടുതൽ വേണ്ട കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് അങ്ങനെ മലയാളികൾ പതുക്കെ പിന്മാറാൻ തുടങ്ങി. അത് അവരുടെ ആരോഗ്യ സുരക്ഷയിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് വായിച്ചു പോയാൽ മതി. അതുപോലെ ജീവിതശൈലി രോഗങ്ങളുണ്ടായി. അതായത് രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അതുപോലെ പ്രമേഹം തുടങ്ങിയവയൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം. ഇനി ജീവിതശൈലിയിൽ നിന്ന് നഗര കേന്ദ്രീകൃതമായ ജീവിത രീതിയിലേക്ക് ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിത രീതിയിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഏതാണ്? മാലിന്യ സംസ്കരണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രാമങ്ങളിൽ പോലും ഇന്ന് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കാം, വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കാനും പച്ചക്കറി തോട്ടങ്ങളിലും കൃഷിയിടങ്ങളിലും ഉപയോഗിക്കാനുമുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാതെ ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുപോലെ തന്നെ വീട്ടിലെ മാലിന്യങ്ങൾ അഴുകിപ്പൊടിയുന്നവ ഉപയോഗിച്ച് മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അതായത് ഇവിടെ പല രീതിയിൽ കൃഷി ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. അതായത് കുടുംബശ്രീ വഴിയുള്ള കൃഷി, അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിൽ കൃഷി ചെയ്യുന്ന രീതികളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാമെന്ന് നോക്കാം. അതായത് കൃഷി ചെയ്യണമെന്നുണ്ട്, പക്ഷെ മണ്ണില്ല. അതാണ് നഗരവാസികളുടെ സ്ഥിരം പരാതികൾ. അതായത് ഹൈഡ്രോപോണിക്സ് അതിനൊരു പരിഹാരമാണ്. ഹൈഡ്രോപോണിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ചു നൽകുന്ന ഒരു മെത്തേഡാണ് ഹൈഡ്രോപോണിക്സ്. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കളും നൽകാവുന്നതാണ്. ഹൈഡ്രോപോണിക്സ് എന്താണ്? സസ്യവളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ചു നൽകുന്ന ഒരു കൃഷിരീതിയാണ് ഹൈഡ്രോപോണിക്സ്. അതുപോലെ വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ സഹായകമായ ഒന്നാണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. എന്താണ് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്? അതായത് മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടി കൃഷിരീതി നടപ്പിലാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പയർ, പാവൽ അങ്ങനെ മുകളിലേക്ക് പടരുന്ന കൃഷി ഇനങ്ങളൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യാവുന്നതാണ്. അതിൻ്റെ പേരെന്താണ്? വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് എന്നാണ്.
ഇനി അതുപോലെ തന്നെ ചില നൂതന കൃഷി രീതികളും പറയുന്നുണ്ട്, അത് നോക്കാം. അതായത് ഹരിതഗ്രഹ കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്താണെന്ന് നോക്കാം. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഹരിതഗ്രഹ കൃഷി. തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ ഈ പറയുന്ന പച്ചക്കറികളൊക്കെ വളർത്തുന്ന ഒരു രീതിയാണ് ഹരിതഗ്രഹ കൃഷി അഥവാ ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇനി നോക്കാം കൃത്യത കൃഷി അഥവാ പ്രിസിഷൻ ഫാമിംഗ് എന്താണെന്ന് നോക്കാം. അതായത് ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം, അതായത് വെള്ളം, വളം എന്നിവ കൃത്യമായ അളവിൽ നൽകുന്ന കൃഷിരീതിയാണ് എന്ത്? കൃത്യത കൃഷി അഥവാ പ്രിസിഷൻ ഫാമിംഗ്. പച്ചക്കറിക്ക് അനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും ഈ പറയുന്ന കൃത്യത കൃഷിക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്താണ് ചെയ്യുന്നത്? ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായിട്ടുള്ള പരിചരണം, അതായത് വെള്ളം, വളം എന്നിവ കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതിയാണ് കൃത്യത കൃഷി. കൃത്യമായിട്ട് അളവിൽ നൽകുന്ന രീതിയാണ് കൃത്യത കൃഷി. നമുക്ക് നോക്കാം എന്താണ് ഫെർട്ടിഗേഷൻ. അതായത് വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെർട്ടിഗേഷൻ എന്ന് പറയുന്ന കൃഷി രീതി എന്ന് വെച്ചാൽ വെള്ളവും വളവും കണികാരൂപത്തിൽ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഡ്രിപ്പറിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. പൂർണ്ണമായിട്ടും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് അവ വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയുന്നു. അതാണ് ഫെർട്ടിഗേഷൻ എന്നറിയപ്പെടുന്നത്. അതായത് വെള്ളവും വളവും എന്ത് ചെയ്യുന്നു? കണികാരൂപത്തിൽ നൽകുന്നു, ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുന്നു. അതിനെയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ഇനി സർക്കാരിൻ്റെ പ്രോത്സാഹനം എന്താണെന്ന് നോക്കാം. കേരളത്തിലെ കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കാൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സ്കീമുകളും ഇപ്പോൾ സർക്കാർ തലത്തിലുണ്ട്. അതിലൊരെണ്ണമാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള, VFPCK. ഇങ്ങനെ ഒരു സംരംഭമാണ്. എന്താണ് ഈ പറയുന്ന വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരള, VFPCK എന്നറിയപ്പെടുന്ന സംരംഭം. അതായത് പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കൂനിനങ്ങൾ, അതുപോലെ ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട സ്കീമുകളാണ് പറയുന്നത്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള ഉണ്ട്, അതുപോലെ ഹോർട്ടിക്കൾച്ചർ മിഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പഴങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ സുഗന്ധവിളകൾ, കൂണിനങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഹോർട്ടിക്കൾച്ചർ മിഷന്. അതുപോലെ തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യവും ഈ പറയുന്ന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ കുടുംബശ്രീ മിഷൻ, അതുപോലെ കൃഷി വകുപ്പ് തുടങ്ങിയ നിരവധി ഏജൻസികളും കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന അതിൽ സർക്കാരിനെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോർട്ടിക്കൾച്ചർ മിഷനും ഓർത്ത് വയ്ക്കുക, അതുപോലെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയും എന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നോക്കാം ഹരിത കേരളം, അതുപോലെ കർഷക ദിനം പറഞ്ഞിട്ടുണ്ട്. ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനം. എന്നാണ് ചിങ്ങം 1 കേരളത്തിൽ കർഷക ദിനം. അതുപോലെ കേരളത്തിൽ ഭൂപ്രകൃതിക്കും അതുപോലെ മണ്ണും കാലാവസ്ഥയും എല്ലാം കൃഷിക്ക് ഏറ്റവും അനുകൂലമാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഓരോ കുടുംബവും അവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ വീട്ടുപറമ്പിൽ തന്നെ കൃഷി ചെയ്യണം. അതുപോലെ സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കണം. നാട്ടിലെങ്ങും വിഷമില്ലാത്ത പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും വിളയുന്നു. അതിനെയൊക്കെയാണ് ഹരിത കേരളം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ നിന്നൊരു മുക്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ചാപ്റ്ററിൻ്റെ കൺക്ലൂഷനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കേരളത്തിൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കാലാവസ്ഥയും അതുപോലെ മണ്ണുമാണ് ഉള്ളത്, അങ്ങനെ ഘടകങ്ങളാണ് ഉള്ളത് എന്നാണ് ഈ ചാപ്റ്ററിലൊന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനമായിട്ടും കേരളത്തിലെ ഭൂപ്രകൃതിയെ 3ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. അവിടുത്തെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അതുപോലെ കേരള സർക്കാർ ചെയ്യുന്ന സഹായങ്ങൾ അത് ഏതൊക്കെ ഒരു സ്കീമുകളാണെന്നുള്ളതൊന്ന് പഠിച്ചു വയ്ക്കുക. പുതിയ നൂതന കൃഷി രീതികൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ആ പേരുകളൊക്കെ ഒന്ന് ഫെമിലിയർ ആക്കി വയ്ക്കുക. അത്രയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. 6ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചാപ്റ്ററാണ്, ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവാൻ പാകത്തിനുള്ള ചാപ്റ്ററാണ്. പിന്നെ നമ്മളിപ്പോൾ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഇതൊക്കെ PSC പഠിച്ച് ഒരു കുറച്ചായ കുട്ടികൾക്കൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ സ്കൂൾ കുട്ടികൾക്കായിരിക്കും ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. നമ്മൾ അനുസരിച്ച് ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് മറ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ ചെക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ചാപ്റ്ററായിട്ട് കാണാം. താങ്ക് യു.